മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. ഇംഫാൽ വെസ്റ്റിൽ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചു. താങ് മൈബാനിലെ കോളേജിന് സമീപം ഇന്നലെ അർദ്ധരാത്രിയാണ് സ്ഫോടനമുണ്ടായത്. ലാംഫലിലുള്ള യുണൈറ്റഡ് കമ്മിറ്റി മണിപ്പൂരിൻ്റെ ഓഫീസിന് അക്രമികൾ തീയിട്ടുവെന്നും വിവരങ്ങൾ വരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. മണിപ്പൂരിൽ സംഘർഷം ആരംഭിച്ച ഏതാണ്ട് ഒരു വർഷത്തോളം പിന്നിടുമ്പോൾ സമാധാന ശ്രമങ്ങൾ ഊർജിതമായി നടക്കുകയാണ്. എന്നാൽ അക്രമങ്ങൾ തുടർക്കഥയാകുന്നു. മണിപ്പൂരിൽ ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി 12:45 മണിപ്പൂരിൽ സ്ഫോടനമുണ്ടായത്. വെസ്റ്റ് ഇംഫാൽ ഡിസ്ട്രിക്റ്റിലാണ് ഈ സ്ഫോടനം. താങ്മൈ ബാൻഡിലുള്ള DM കോളേജിന് പുറത്താണ് ഈ സ്ഫോടനം ഉണ്ടായത്. ഓൾ മണിപ്പൂർ സ്റ്റുഡൻസ് യൂണിയന്റെ ഓഫീസിന് സമീപമുണ്ടായ ഈ സ്ഫോടനത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നു. കൂടാതെ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 24 വയസ്സുള്ള ഒയിം കെനേജി എന്ന യുവാവാണ് മരിച്ചത്. ഈ പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന 2 പേരിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ വെസ്റ്റ് ഇംഫാലിലെ തന്നെ ലാംഫയിലുള്ള യുണൈറ്റഡ് കമ്മിറ്റി മണിപ്പൂർ ഓഫീസിന് അക്രമികൾ തീയിട്ടിരിക്കുന്നു. ഇരു സ്ഥലങ്ങളിലും പോലീസും സുരക്ഷാ സംഘവും പരിശോധന നടത്തുകയാണ്. എന്നാൽ ആരാണ് ഈ അക്രമത്തിന് പിന്നിൽ എന്ന് ഇതുവരെയും തിരിച്ചറിയാനായിട്ടില്ല എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. എസ് കെ നെടുങ്ങാടി.